മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കായംകുളം നഗരസഭ 14ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കൗൺസിലർ അൻസാരി കോയിക്കിലേത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം കായംകുളം നഗരസഭ 14ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് എസ് വിജയനാഥൻ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ സമ്മേളനം നഗരസഭാ കൗൺസിലർ അൻസാരി കോയിക്കിലേത്ത് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെമ്പാടും മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത രാജീവ് ഗാന്ധിയുടെ 33ാമത് ചരമവാർഷിക ദിനാചരണം വിവിധ പരിപാടികളോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 14ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, രാജീവ് ഗാന്ധി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ ഇന്ന് നാം അനുഭവിക്കുന്ന മുഴുവൻ സുഖസൗകര്യങ്ങൾക്കും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ശ്രീ രാജീവ് ഗാന്ധി നൽകിയ സംഭാവന നിസ്തുലമാണ്. രാജീവ് ഗാന്ധി 1984 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നിര്യാണത്തെ തുടർന്ന് സ്വന്തം അംഗരക്ഷകരാൽ കൊല ചെയ്യപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനിയുടെ ആ നിഷ്ഠൂരമായ കൊലപാതകത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 40ാമത്തെ വയസ്സിൽ ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അന്നു മുതൽ അദ്ദേഹം മരിക്കുന്ന 1991 മെയ് മാസം 21ാം തീയതി വരെ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തുമൊക്കെ രാജീവ് ഗാന്ധിയുടെ സംഭാവന വളരെ വലുതാണ്. ഇന്ന് രാജ്യത്ത് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ശ്രീ രാജീവ് ഗാന്ധി രാജ്യത്തിന് നൽകിയ സംഭാവനയാണ്. കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും വിപ്ലവകരമായ മാറ്റമാണ് ശ്രീ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളത്. അനുസ്മരണ സമ്മേളനത്തിൽ ജെയിംസ് കടവിൽ, സാം ഐസക്, കാർത്തികേയൻ നെടുന്തറയിൽ, ഷെരീഫ് കൂട്ടിൽ, മഹേശ്വരൻ, രമേശ് ഭവനം, തോമസ് കോച്ചി ചക്കാലയിൽ, കുഞ്ഞുമോൻ, സയ്യിദ് കോയിക്കിലേത്ത്, സണ്ണി കണ്ണങ്കരപ്പടിയിറ്റതിൽ, ഷറഫുദ്ദീൻ, സുരേഷ് വാലയിൽ, ബാബു തൂമ്പുങ്കൽ, ഷറഫുദ്ദീൻ മൂലയിൽ, അസർ അൽത്താഫ്, മൻസിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.